തുമ്പിക്കരങ്ങളാൽ അനുഗ്രഹിക്കേണേ, തുമ്പിക്കരങ്ങളാൽ അനുഗ്രഹിക്കേണേ. സിദ്ധിവിനായകനേ ശ്രീഗണനാഥ, വിഘ്നങ്ങൾ ഒഴിച്ചിടണേ ലംബോദരനേ. പാപത്തിൻ നാളികേരം ഉടച്ചു മുട്ടിറക്കുമ്പോൾ പാപദോഷങ്ങൾ അകന്നിടുവാൻ, പാപത്തിൻ നാളികേരം ഉടച്ചു മുട്ടിറക്കുമ്പോൾ പാപദോഷങ്ങൾ അകന്നിടുവാൻ, പാപമാമടിയങ്ങൾ പാദപത്മങ്ങളാൽ പ്രാർത്ഥിച്ചിടുന്നിതാ ഗണനായക. പാവമാനടിയങ്ങൾ പാദപത്മത്തിനായി പ്രാർത്ഥിച്ചിടുന്നു നിൻ തിരുനാമങ്ങൾ. ഏകദന്തായ ശരണം ശരണം, സിദ്ധി വിനായക ശരണം ശരണം, ശ്രീ വിനായക ശരണം ശരണം, മോക്ഷദായക ശരണം ശരണം. സിദ്ധി വിനായകനേ ശ്രീഗണനാഥ, വിഘ്നങ്ങൾ ഒഴിച്ചിടണേ ലംബോദരനേ. ഇനിയുണ്ട്, ഇനി അങ്ങോട്ട് പോവൂല. ഇത് എന്റെ ഒരു അനിയൻ എഴുതി ഒരു അനിയൻ ട്യൂൺ ചെയ്ത പാട്ടാണ്. ആണോ? അതാണോ ഇന്ന് ഈ പാട്ട് തന്നെയാണ് ഞാൻ ഡാൻസ് ചെയ്തത്. ഓ, അത് ശരി, സൂപ്പർ, അടിപൊളി. ഇതില് സ്വരസാഗർ എന്ന് പറയുന്ന ഐഡിയ സ്റ്റാർ സിംഗറിൽ പാടിയിട്ടുള്ള പയ്യനാണ് ഈ പാട്ട് പാടി. പിന്നണി ഗായനം, സിനിമ പിന്നണി ഗായനം കൂടെയാണ്. ആ പയ്യനാണ് ഈ പാട്ട് പാടിയിരിക്കുന്നത്. ഓക്കെ, സൂപ്പർ, അടിപൊളി. അപ്പൊ അങ്ങനെയാണ് പാടാൻ തുടങ്ങിയാൽ നിർത്തൂല, പാടിക്കൊണ്ടേയിരിക്കും. ആരുമില്ല, ഓഡിയൻസ് ഇല്ല, എന്നാലും ഞാൻ പാടും. ആരുമില്ല, നമ്മള് മതി. ഇവിടെ ആള് കുറവാണ്, ഇവിടെ അങ്ങനെ ആൾക്കാർ കൂടുതലില്ല, ആൾക്കാർ കുറവാ. അതുമല്ല ഇപ്പൊ ഉച്ച സമയല്ലേ, എല്ലാരും ജോലിയില്ലേ, ജോലിയിലൊക്കെ അല്ലേ. ഹൈലൈറ്റ് കൊടുത്താൽ മതി, ഇടയ്ക്ക് ഹൈലൈറ്റ് കൊടുത്താൽ മതി. അപ്പം ഹൈലൈറ്റ് വരാറുണ്ടല്ലോ, ഞാൻ കാണാറുണ്ടല്ലോ ഹൈലൈറ്റ് വീഡിയോ. ഇല്ല, കട്ട് ചെയ്യണ്ട, ഇതിനകത്ത് കണ്ട ഹൈലൈറ്റിന്റെ സാധനമുണ്ട്. അതെവിടാ? ഹൈഡിൽ താഴെ ഒരു സൂത്രമുണ്ട്, ഒരു സ്ക്വയർ പോലെ വരും. അതിൽ ടച്ച് ചെയ്യുമ്പോൾ വീഡിയോ കട്ട് ചെയ്ത് അത് രാജകുട്ടിയുടെ ചാനലിൽ അങ്ങനെ ഉണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. ഹൈലൈറ്റ് വീഡിയോ അതായത് ലോങ് വീഡിയോ കുറച്ച് പാട്ടായിട്ട് കണ്ടിട്ടുണ്ടോ? എന്റെ സുന്ദരൻ താതെ, എന്റെ സുന്ദര എപ്പോഴും ഇവിടെ. അപ്പൊ ഇതിനകത്ത് തന്നെയാണോ, സൈഡിൽ തന്നെയാണോ? ഇതിപ്പോ ഞാൻ സിമ്പിൾ കാണുന്നില്ല കേട്ടോ, ഇടയ്ക്ക് ഇങ്ങനെ കാണും, ഇങ്ങനെ സ്ക്വയർ പോലെ ഒരെണ്ണം കാണാം. അതിൽ ടച്ച് ചെയ്യുമ്പോൾ ഹൈലൈറ്റ് വന്നു. ഹൈലൈറ്റ് ആകുമ്പോൾ കുറച്ച് പാർട്ട് ഇങ്ങനെ ഹൈലൈറ്റ് ആയിട്ട്. പക്ഷെ ഹൈലൈറ്റ് സേവ്ഡ് എന്നും പറഞ്ഞോണ്ട് ഇപ്പൊ എഴുതി വെക്കുന്നത്, ഹൈലൈറ്റ് സേവ്ഡ് എന്നും പറഞ്ഞോണ്ട്. അതിനകത്ത് അങ്ങനെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഇടുമ്പോ അങ്ങനെ കട്ട്, നമ്മൾ ലോങ് വീഡിയോ എല്ലാം ലൈവ് തന്നെ കുറച്ച് ഭാഗമായിട്ട് കട്ട് ചെയ്ത്. അല്ല, ഇപ്പൊ ലൈവ് ഇങ്ങനെ കട്ടായി പോവോ? കട്ടായി പോവില്ല, അത് ആ ഒരു പാർട്ടായിട്ട് അവിടെ വരും, ഇങ്ങനെ കുറച്ചായിട്ട്. അപ്പൊ ആൾക്കാർക്ക് കാണാൻ പറ്റും. ഇതിപ്പോ ലൈവ് എന്ന് പറഞ്ഞാൽ 2 മണിക്കൂർ ലെങ്തി ആയിട്ടല്ലേ പോകുന്നത്. ഈ ഹൈലൈറ്റിലാകുമ്പോ കുറച്ച് പാർട്ട് വരും. ഞാൻ അങ്ങനെ കാണുന്നുണ്ട്, രാജകുട്ടിക്ക് അങ്ങനെ ഉണ്ട് ഹൈലൈറ്റ് വീഡിയോ. അതെനിക്ക് യൂട്യൂബ് മാമൻ തരുന്നതാ. ആണോ? അല്ലാതെ ചെയ്യുന്നല്ലേ? അല്ലല്ല, അത് ശരി. നമുക്ക് ഈ ഒരു സിമ്പിൾ ഇവിടെ സൈഡിൽ തരും, പക്ഷെ ഇപ്പൊ എന്റെ കാണുന്നില്ല. ഇടയ്ക്ക് ഉണ്ടായിരുന്നു, ഞാനത് ചെയ്തിടുമായിരുന്നു. അത് ശരി. ഞാനിപ്പോ ചെയ്തു, പക്ഷെ ഞാനിപ്പോ അതൊന്ന് ടച്ച് ചെയ്തു, ടച്ച് ചെയ്ത് വന്നിട്ടുണ്ട്. അത് പക്ഷെ ഞാൻ ഇടുന്നത് യൂട്യൂബ് മാമൻ തന്നിട്ട് ഇടുന്നതാ. അത് ശരി, അല്ലാതെ ഞാൻ ചെയ്യുന്നതല്ല. എനിക്ക് അങ്ങനെയാണോ എന്നറിയില്ല, എന്റെ വിചാരം ഞാൻ ഇടുന്നതാണ് എന്റെ തോന്നൽ. അത് ശരി. ശിജിത്തെ, ഹൈ ഹൈ. ഒത്തിരി ദിവസമല്ലോ ശിജിത്തിനെ കണ്ടിട്ട്. മഞ്ജുക്കുട്ടി സോണിയേന്ന് വിളിക്കുന്നുണ്ട്, സ്നേഹം തരുന്നുണ്ട്. അത് ശരി. ഞാനിപ്പോ എന്തായാലും ചെയ്തിട്ടുണ്ട് ഒരെണ്ണം. അങ്ങനെ ആകുമ്പോഴേ കുറച്ച് പാട്ടൊക്കെ എല്ലാവരും കേൾക്കും. എന്നാ ഒന്ന് പാടിക്കോ, നീ രണ്ടാമത് ഒന്നുകൂടെ ഞാൻ ചെയ്യാം. എനിക്കത് അറിയത്തില്ലായിരുന്നു. നീലവാനച്ചോലയിൽ നീന്തിടും ചന്ദ്രികേ, നീലവാനച്ചോലയിൽ നീന്തിടും ചന്ദ്രികേ, ഞാൻ രചിച്ച കവിതകൾ